ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസം, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം ലഭിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസം കൂടാതെ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി എങ്ങനെയാണ് വിശ്വാസം നമുക്ക് ലഭിക്കുന്നത്? റോമാലേഖനം 10-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന്. നമുക്ക് വിശ്വാസം കിട്ടുന്നത് എങ്ങനെയാണ്? ദൈവവചന കേൾവിയിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോൾ ദൈവത്തിന് വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് ഈ ദൈവവചനത്തിലും ക്രിസ്തുവിലുമുള്ള ഒരു വിശ്വാസം എനിക്ക് നീ പകർന്നു തരണമേ എന്ന്. വിശ്വാസം, ക്രിസ്തു ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, നാം അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ചു വരികയായിരുന്നു. അബ്രഹാമിന്റെ വിശ്വാസം, ദൈവത്തിന് സ്തോത്രം. എന്താണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഒന്നാമത്തെ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത ദൈവ വിളിയിലുള്ള വിശ്വാസം. ജീവനുള്ള ദൈവം എന്നെ വിളിച്ചു എന്നുള്ളതായ ഒരു വിശ്വാസം അബ്രഹാമിന് കിട്ടി. അബ്രഹാമിന് ആത്മീയമായ പാരമ്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. ദൈവ വിളി ലഭിക്കുമ്പോൾ വിഗ്രഹാരാധിയായിരുന്നു. വിഗ്രഹം ഉണ്ടാക്കി കൊടുക്കുന്നതായ ഒരു പിതൃപാരമ്പര്യം, വേറെ ആത്മീയമായ ഒരു പാരമ്പര്യവും അബ്രഹാമിനില്ല. എന്നാൽ ആ പാരമ്പര്യം ഒന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ദൈവ ശബ്ദം അബ്രഹാമിന് കിട്ടി. അത് ജീവനുള്ള ദൈവമാണ് എന്നെ വിളിക്കുന്നതെന്ന് അബ്രഹാമിന് ഒരു വിശ്വാസം കിട്ടി. പ്രിയപ്പെട്ടവരെ, എങ്ങനെ കിട്ടിയ അബ്രഹാമിന് ആ വിശ്വാസം? അത് ദൈവത്തിന്റെ കൃപയാണ്. ഒരു വിശ്വാസം ലഭിക്കുക എന്നുള്ളത് അതൊരു കൃപയാണ്, ദൈവത്തിന്റെ സൗജന്യ ദാനമാണ്. ദൈവത്തിന്റെ സ്നേഹത്തിലും ദൈവത്തിന്റെ കൃപയിലും ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിന്റെ ആത്മാവിലും ദൈവികമായ കാര്യപരിപാടികളിലും ഒരു വിശ്വാസം ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ ദൈവത്തിന്റെ കൃപയാണ്. അത് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചാൽ മതി, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ, എനിക്കൊരു വിശ്വാസം തരണമേ. ക്രിസ്തുവിലും ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലും ക്രിസ്തുവിന്റെ ക്രൂശിലെ തിരുരക്തത്തിലും ക്രിസ്തുവിന്റെ ആ നിത്യമായ പരിശുദ്ധമായ സ്നേഹത്തിലുമുള്ളതായ ഒരു വിശ്വാസം. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്, ദൈവം എന്നെ വിളിച്ചു എന്നുള്ളതായ ഒരു വിശ്വാസം, ഒരു ദൈവിക വിളിയിലുള്ള വിശ്വാസം. രണ്ടാമത് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത ഒരു ദൈവിക നഗരത്തിലുള്ളതായ വിശ്വാസം. എന്നെ ദൈവം എന്തിനാണ് വിളിച്ചത്? ദൈവം എന്നെ എന്തിനാണ് അവൻ തിരഞ്ഞെടുത്തത്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതായ നഗരത്തിന് വേണ്ടിയിട്ടാണ് ദൈവം എന്നെ വിളിച്ചത്. ഒരു സ്വർഗീയ നഗരത്തിലുള്ളതായ ഒരു വിശ്വാസം, ഒരു സ്വർഗീയ ആ പാർപ്പിടത്തിലുള്ളതായ വിശ്വാസം, ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതായ കൈപ്പണി അല്ലാത്തതായ ഒരു സ്വർഗീയ ഭവനത്തിലുള്ള വിശ്വാസം. ആ ഭവനത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഗ്രഹാരാധിയായി എന്നെ ദൈവം വിളിച്ചത് എന്ന് അബ്രഹാമിന് ഒരു വിശ്വാസം കിട്ടി. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവിക വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസം. ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം അബ്രഹാമിന് അനേക വാഗ്ദത്തങ്ങൾ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ചിന്തിക്കാൻ വയ്യാത്തതായ, സ്വപ്നം കാണാൻ വയ്യാത്തതായ അനേക വാഗ്ദത്തങ്ങൾ ദൈവം അബ്രഹാമിന് കൊടുത്തു. ആ വാഗ്ദത്തങ്ങളിൽ അബ്രഹാമിന് നല്ല വിശ്വാസമായിരുന്നു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. എന്തെല്ലാം വാഗ്ദത്തങ്ങളാണ് ദൈവം അബ്രഹാമിന് കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവിക വാഗ്ദത്തങ്ങൾ ലഭിച്ചവരല്ലേ? നിങ്ങൾക്ക് ദൈവിക വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഈ ദൈവത്തിന്റെ വചനം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ അവകാശമാണ്
ദൈവിക വാഗ്ദത്തങ്ങളെല്ലാം. ഈ ദൈവവചനത്തിൽ കൂടി സ്വർഗത്തിലെ ദൈവം ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലിന് അനേകം ആയിരക്കണക്കിന് വാഗ്ദത്തങ്ങൾ ദൈവം തരുന്നുണ്ട്. അത് നാം വിശ്വാസത്താൽ സ്വന്തമാക്കേണ്ടതാണ്. ഒരു വിശ്വാസിക്കാണ് അത് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന് ദൈവിക വാഗ്ദത്തങ്ങളിൽ നല്ല ഉറച്ച ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇനി അബ്രഹാമിന് വിശ്വാസത്തിന്റെ നാലാമത്തെ പ്രത്യേകതയെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാനും ധ്യാനിക്കാനും പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. നാലാമത്തെ പ്രത്യേകത, നിത്യനായ ദൈവത്തിന്റെ സർവശക്തിയിലുള്ളതായ ഒരു വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 11-12 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ദൈവത്തിന്റെ സർവശക്തിയിലുള്ളതായ ഒരു വിശ്വാസം. ഒന്ന്, അബ്രഹാമിന് ദൈവ വിളിയിലുള്ളതായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. 2, ദൈവിക നഗരത്തിലുള്ളതായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. 3, ദൈവിക വാഗ്ദത്തങ്ങളിലുള്ളതായ ഒരു വിശ്വാസം അബ്രഹാമിന് ലഭിച്ചു. 4-മത്തെ വിശ്വാസം, എന്നെ വിളിച്ചവനായ ഈ ദൈവം, എനിക്ക് വാഗ്ദത്തങ്ങൾ തന്നവനായ ദൈവം, സ്വർഗീയ നഗരത്തിന് വേണ്ടി എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവനായ ഈ ദൈവം, അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ സർവ്വവല്ലഭനായ ദൈവമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 11-12 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായവനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം സർവശക്തനാണ്. അബ്രഹാമിനെ ദൈവം 75-ാമത്തെ വയസ്സിൽ വിളിക്കുമ്പോൾ അനേക വാഗ്ദത്തങ്ങൾ അബ്രഹാമിന് ദൈവം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് അബ്രഹാം പറയുമ്പോൾ ഏതാണ്ട് 100 വയസ്സിനോട് അടുത്തു. അബ്രഹാമിന് 25 വർഷം കഴിഞ്ഞു ദൈവം വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ട്. പക്ഷേ ജീവിതത്തിൽ പലതും നിറവേറിയിട്ടില്ല. പക്ഷേ അബ്രഹാമിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് വാക്ക് തന്നവൻ, എന്നെ വിളിച്ചിറക്കിയവൻ, എന്നെ വീണ്ടെടുത്തവൻ, അവൻ സർവശക്തനാണ്. അവനൊരു വാക്ക് പറഞ്ഞാൽ അതിന് മാറ്റം വരികയില്ല. അത് നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. ഈ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ദൈവം സർവശക്തനാണെന്നുള്ളതായ ഒരു വിശ്വാസം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? ഒരു സർവശക്തനായ ദൈവത്തിന്റെ പിന്നാലെയാണ് ഞാൻ പോകുന്നതെന്ന് നിങ്ങളുടെ ഉള്ളിലൊരു ബോധ്യമുണ്ടോ? അബ്രഹാമിന് അങ്ങനെ ഒരു വിശ്വാസം ലഭിച്ചു. അബ്രഹാമിന് അങ്ങനെ ഒരു വിശ്വാസം കിട്ടി. എൻ്റെ ദൈവം സർവശക്തനാണ്. റോമാലേഖനം 4-ാം അധ്യായം 19, 20, 21 വാക്യം കൂടെ നമുക്ക് വായിക്കാം. അവിടെ അബ്രഹാമിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അബ്രഹാമിന് വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന് സർവശക്തിയിലുള്ള വിശ്വാസം. എന്താണ് നമ്മൾ വായിക്കുന്നത്? അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ അബ്രഹാം ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല അബ്രഹാം. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന് 100 വയസ്സായി, സാറായ്ക്കും ഏതാണ്ട് 90 വയസ്സായി. ഇനിയൊരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് തികച്ചും അസാധ്യമാണ്, അത് അപ്രാപ്യമാണ്. ഒരിക്കലും ലോകപ്രകാരം നോക്കിയാൽ, നാം ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഈ പ്രായമായ വയസ്സ് എന്ന അബ്രഹാമിനും സാറായ്ക്കും ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് തികച്ചും അസാധ്യമാണ്. വൈദ്യശാസ്ത്രത്തിന് അസാധ്യമാണ്, ബുദ്ധിക്ക് അസാധ്യമാണ്. പക്ഷേ എന്താണ് നാം വായിച്ചത്? ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിക്കാം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ അബ്രഹാം ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയി. ഇനി ഒരു കുഞ്ഞുണ്ടാകാനുള്ളതായ ജീവൻ എൻ്റെ ശരീരത്തിലില്ല, ശരീരം നിർജീവമായി പോയി. ഒരു പുത്രോത്പാദത്തിനുള്ളതായ ശക്തി ചോർന്നു പോയി, ശക്തിയില്ല. കാരണം 100 വയസ്സായി കഴിഞ്ഞു അബ്രഹാമിന്. പിന്നെ സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന് ഒരു ക്ഷീണവും വന്നില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ അടുത്ത വാക്യം എന്താണ്? ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ. ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, അതിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. എന്റെ ദൈവം ശക്തനാണ്. എന്നോടൊരു വാക്ക് പറഞ്ഞവൻ, എനിക്കൊരു വാഗ്ദത്തം തന്നവൻ, അവൻ ശക്തനാണ്. എനിക്ക് വാഗ്ദത്തം തന്നവൻ അവൻ സർവശക്തനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിനോട് ചേർന്നതിനോടൊന്ന് പറയട്ടെ. ദൈവിക വാഗ്ദത്തം ലഭിച്ച അനേകം ദൈവമക്കൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിച്ചതായ വാഗ്ദത്തങ്ങളൊന്നും ഇതുവരെയും നിറവേറിയിട്ടില്ലായിരിക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്, നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്, നിങ്ങൾ ഒരിക്കലും വാടിപ്പോകരുത്. ദൈവം എന്നോട് പറഞ്ഞ കാര്യം എന്താണ് ഇതുവരെ നടക്കാത്തത്? നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത്.
അബ്രഹാം അവിശ്വാസത്തിൽ നിരാശപ്പെട്ടു പോകാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. പിന്നെ എന്താണ്? അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ഈ ജീവനുള്ള ദൈവം, എനിക്ക് വാഗ്ദത്തം തന്ന ദൈവം, അവൻ എനിക്ക് വാഗ്ദത്തം തന്നവൻ അത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. പ്രിയപ്പെട്ടവരെ, അതാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. എന്നോട് വാക്ക് പറഞ്ഞ ദൈവം, അവനത് നിവർത്തിപ്പാൻ പൂർണ്ണമായിട്ടും ശക്തനാണ്. അവൻ ശക്തനാണ്. അതെന്റെ സമയത്തല്ല നിറവേറുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തായിക്കൊള്ളണമെന്നില്ല, ഞാൻ പ്രതീക്ഷിക്കുന്ന സമയത്തായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ദൈവം, സഹോദര, നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അത് മറന്നു പോകുന്നവനല്ല. ദൈവം അതെല്ലാം സ്വർഗത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം 2-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവിടെ എന്താണ് പ്രവാചകൻ പറയുന്നത്? ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം അത് വരും താമസിക്കുകയുമില്ല. നിശ്ചയം താമസിക്കുകയുമില്ല. ഇത് ദൈവത്തിന്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ. ഈ വചനത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങൾക്ക് ഒരിക്കലും മാറ്റമില്ല. അത് വരും നിശ്ചയം. അത് വൈകിയാലും വരും നിശ്ചയം. സഹോദരാ, നീ വിശ്വസിക്കുക. നിനക്ക് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് വരും നിശ്ചയം. അത് അങ്ങനെ തന്നെ സംഭവിക്കും നിശ്ചയം. നിന്നെക്കുറിച്ചും നിന്റെ തലമുറകളെക്കുറിച്ചും നിന്റെ ഭാവിയെക്കുറിച്ചും ജീവനുള്ള ദൈവം നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിറവേറും. പ്രിയപ്പെട്ടവരെ, ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഈ ജീവനുള്ള ദൈവം ഈ ബലഹീനായ എനിക്ക് അനേക വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട് അവന്റെ കൃപയാൽ. ഞാനതെല്ലാം വിശ്വസിക്കുകയാണ്. അതെല്ലാം നിറവേറുക തന്നെ ചെയ്യും. ആ സ്വപ്നങ്ങളെല്ലാം, ആ വാഗ്ദത്തങ്ങളെല്ലാം ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. അവൻ എനിക്കിത് തരിക തന്നെ ചെയ്യും. അവനത് മറന്നു പോകുന്നവനല്ല. അവൻ എന്നോട് വൃഥാവാക്ക് പറഞ്ഞതല്ല. എൻ്റെ യേശുവിൻ്റെ വായിൽ നിന്നൊരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വൃഥാവല്ല. അവൻ വീൺവാക്ക് പറഞ്ഞതല്ല. അതങ്ങനെ തന്നെ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനതിൽ 100% വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര, നിനക്കും വിശ്വസിക്കാം. പ്രിയപ്പെട്ട സഹോദരി, നിനക്കും വിശ്വസിക്കാം. ഈ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 17-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 17-ാമത്തെ വാക്യം. അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു. അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? പ്രിയപ്പെട്ടവരെ, കാലങ്ങൾ ഇത്രയും ആയല്ലോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 75-ാമത്തെ വയസ്സിലാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. 100 വയസ്സായിട്ടും മക്കളുണ്ടായിട്ടില്ല. വാഗ്ദത്തം ലഭിച്ചതുപോലെ, പക്ഷെ അത് ലഭിച്ചിട്ടില്ല, നിറവേറിയിട്ടില്ല, കിട്ടിയിട്ടില്ല, അനുഭവമാക്കാൻ പറ്റിയിട്ടില്ല. അബ്രഹാമിന് ഇതാ 100 വയസ്സായപ്പോൾ ദൈവം കൂടെ അബ്രഹാമിന് പ്രത്യക്ഷനാവുകയാണ്. ദൈവം അബ്രഹാമിനെ സന്ദർശിക്കുകയാണ്. ദൈവം കൂടെ അബ്രഹാമിനോട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് തന്ന വാഗ്ദത്തം നിനക്ക് ലഭിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇത്രയും കാലം കഴിഞ്ഞു പോയതുകൊണ്ട് അബ്രഹാമിന്റെ ഉള്ളിൽ ഒരു നേരിയ അവിശ്വാസത്തിന്റെ ഒരു ചിരിയുള്ളിൽ വരികയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ വാക്യം? നമുക്കൊന്നുകൂടെ വായിക്കാം. ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേൽ സാറ എന്ന് ഇരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ വാഗ്ദത്തം നേരത്തെ കൊടുത്തതായിരുന്നു. പക്ഷേ വീണ്ടും ഈ 100 വയസ്സായപ്പോൾ ദൈവം അബ്രഹാമിന്റെ അടുക്കലേക്ക് വന്ന് ദൈവം 75-ാമത്തെ വയസ്സിൽ കൊടുത്തതായ വാഗ്ദത്തം ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അബ്രഹാമിനെ. ഇത് ദൈവം വീണ്ടും പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു. അപ്പോൾ അബ്രഹാം ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ചിരിച്ചത്? 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? അബ്രഹാം തന്നെത്താൻ പറയുകയാണ്, 100 വയസ്സുള്ള എനിക്ക് ഇനി മക്കൾ ജനിക്കാൻ പോകുന്നുണ്ടോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ? എന്റെ ഭാര്യയ്ക്കാണെങ്കിൽ 90 വയസ്സായി, ഇനി എന്റെ ഭാര്യ പ്രസവിക്കാൻ പോകുന്നുണ്ടോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഹൃദയത്തിൽ പറഞ്ഞു, പുറമേ ദൈവത്തോട് പറഞ്ഞില്ല. പക്ഷെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു സംശയ ചിന്ത, ഒരു അവിശ്വാസ ചിന്ത പതുക്കെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഈ 100 വയസ്സുള്ള എനിക്ക് ഇനി മക്കൾ ഉണ്ടാകുമോ? എന്റെ ഭാര്യയ്ക്ക് 90 വയസ്സായി, ഇനി എന്റെ ഭാര്യ പ്രസവിക്കുമോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 18-19 വാക്യം കൂടെ വായിക്കാം. ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതിയെന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അബ്രഹാം ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, എന്റെ ദാസിയായ ഹാഗാറിൽ എനിക്കൊരു മകനുണ്ടല്ലോ, ഇസ്മായേൽ, അവൻ ജീവിച്ചിരുന്നാൽ മതി. വാഗ്ദത്ത സന്തതിയൊന്നും എനിക്ക് വേണ്ട, അതിന് കിട്ടാൻ സാധ്യതയില്ല. അവിടെ ഒരു അവിശ്വാസത്തിന്റെ വാക്കാണ് നമ്മൾ കാണുന്നത്. ഇസ്മായേൽ ജീവിച്ചിരുന്നാൽ മതി, എനിക്കൊരു സന്തതി ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താണ് അടുത്ത വാക്യം? എന്താണ്? അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. ദൈവം പറയുകയാണ്, മകനെ, അങ്ങനെയല്ല, ഞാൻ നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ വിശ്വസ്തനാണ്, ഞാൻ ശക്തനാണ്, ഞാൻ സർവശക്തനാണ്. ദൈവം അബ്രഹാമിനെ ഉറപ്പിക്കുകയാണ്.
18-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 10-11 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ നിന്ന് എന്താണ് നമുക്ക് കാണുന്നത്? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. ദൈവം പിന്നെയും അബ്രഹാമിന് പ്രത്യക്ഷനാവുകയാണ്. ഞാൻ ഒരാണ്ട് കഴിഞ്ഞിട്ട്, ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ വീണ്ടും വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്കൊരു മകൻ ഉണ്ടാകുമെന്ന് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ ഒരു വർഷം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നിന്റെ ഭാര്യയ്ക്കൊരു മകൻ ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞു. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്. പിന്നെ സാറാ കൂടാരവാതിക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. ആ, എന്നാൽ അബ്രഹാമും സാറായും വയസ്സ് എന്ന് വൃദ്ധരായിരുന്നു. അബ്രഹാമും സാറായും വയസ്സ് എന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറായ്ക്ക് നിന്നുപോയിരുന്നു. സ്ത്രീകൾക്കുള്ളതായ പതിവ് സാറായ്ക്ക് നിന്നു പോയിരുന്നു. ആകയാൽ സാറാ ഉള്ളുകൊണ്ട് ചിരിച്ചു. പ്രിയപ്പെട്ടവരെ, അബ്രഹാമും സാറയും ഹൃദയത്തിലൊരു ചിരിയാണ്. ദൈവം ഈ വാഗ്ദത്തങ്ങളെല്ലാം ഓർപ്പിക്കുമ്പോൾ ഹൃദയത്തിലൊരു ചിരിയാണ്. അതൊരു സംശയത്തിന്റെ ചിരിയാണ്, അതൊരു നിരാശയുടെ ചിരിയാണ്, അതൊരു അവിശ്വാസത്തിന്റെ ചിരിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഉള്ളിൽ ഇങ്ങനെ ഒരു അവിശ്വാസത്തിന്റെ ചിരിയുണ്ടോ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇതുവരെയും കിട്ടിയിട്ടില്ലല്ലോ. ദൈവം തന്നതായ വാഗ്ദത്തങ്ങളൊന്നും ഇതുവരെയും നിറവേറിയിട്ടില്ലല്ലോ. അവിശ്വാസത്തിന്റെ ചിരി നിങ്ങളുടെ ഉള്ളിൽ വരാറുണ്ടോ? നിരാശയുടെ ചിരി നിങ്ങളുടെ ഉള്ളിൽ വരാറുണ്ടോ? നിങ്ങളുടെ മുഖത്ത് നിന്ന് ചിരി മാഞ്ഞു പോയിരിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, എന്നാൽ 21-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിച്ചത്? അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറായെ സന്ദർശിച്ചു. സാറായെ സന്ദർശിച്ചു. അരുളി ചെയ്തിരുന്നത് പോലെ, ദൈവം പറഞ്ഞതുപോലെ, ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ. പ്രിയപ്പെട്ടവരെ, ദൈവം വാഗ്ദത്തം ചെയ്തെങ്കിൽ അവൻ തക്ക സമയത്ത് നിവർത്തിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, അവന് സമയം തെറ്റുകയില്ല, അവൻ വൈകുകയില്ല. ഒരുപക്ഷെ നാം ചിന്തിക്കുമായിരിക്കും, ദൈവം എന്താണ് വൈകുന്നത്, ദൈവം എന്താണ് പ്രവർത്തിക്കാൻ താമസിക്കുന്നത്, ദൈവം എൻ്റെ കാര്യം മറന്നുപോയോ? ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തകൾ വന്നേക്കാം. പക്ഷെ ദൈവം മറക്കുന്നവനല്ല. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരിക്കലും മറന്നു പോകുന്നവനല്ല. ഈ ദൈവം മറക്കുന്നവനല്ല, നമ്മെ ആരെയും മറക്കുന്നവനല്ല. പ്രിയപ്പെട്ട സഹോദരാ, നീ നിരാശയോടിരിക്കുകയാണോ? ഈ ദൈവം എന്നെ മറന്നുപോയോ? എൻ്റെ പ്രാർത്ഥന ഈ ദൈവം കേൾക്കാത്തത് എന്താണ്? എന്നെ എന്താണ് ദൈവം തക്ക സമയത്ത് സഹായിക്കാത്തത്? ഈ ദൈവം ഒരു ക്രൂരനാണോ? ക്രൂരനല്ല പ്രിയപ്പെട്ടവരെ, ഈ ദൈവം സ്നേഹം മാത്രമാണ്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തിയെല്ലുക എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ഈ ദൈവം കരുണയുള്ളവനാണ് പ്രിയപ്പെട്ടവരെ. ഈ ദൈവം വിശ്വസ്തനാണ്. ഈ ദൈവം സർവശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് നാം വായിച്ചത്? തുടർന്ന് നമുക്കൊന്നുകൂടെ വായിക്കാം. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറായെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറായ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക്, അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്നതായ സമയത്ത് സാറാ ഗർഭം ധരിച്ച് ഒരു മകനെ സാറാ പ്രസവിച്ചു. ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞ സമയത്ത്, ദൈവത്തിന്റെ സമയത്ത് അവന്റെ വാഗ്ദത്തങ്ങൾ നിറവേറുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. ദൈവം ആരാണ്? നമ്മൾ ആരാണ്? ഈ ദൈവം എത്ര ഉന്നതനാണ്! ഈ ദൈവം എത്ര അത്ഭുതവാനാണ്! ഈ ദൈവം എത്ര സർവശക്തനാണ്! ഈ ദൈവത്തിന് മുമ്പിൽ നമ്മൾ ആരാണ്? വെറും കൃമികളും കീടങ്ങളുമല്ലേ? എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമില്ലേ? അവൻ പറഞ്ഞ വാക്കൊന്നും നിറവേറാതിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, തുടർന്ന് നമുക്ക് വായിക്കാം. സാറ അബ്രഹാമിന് പ്രസവിച്ച മകന് അവൻ ഇസ്ഹാക്ക് എന്ന് പേരിട്ടു. ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തന്റെ മകനായ ഇസ്ഹാക്കിന് 8-ാം ദിവസം പരിച്ഛേദന കഴിച്ചു. 8-ാം ദിവസം പരിച്ഛേദന കഴിച്ചു. തന്റെ മകനായ ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. തന്റെ മകനായ ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറാ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവരുടെ ചിരി നഷ്ടപ്പെട്ടു പോയിരുന്നു. അവരുടെ മുഖത്തുനിന്ന് ചിരി മാഞ്ഞു പോയിരുന്നു. അവർക്ക് ചിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം എന്താണ്? 25 വർഷമായിട്ട് ദൈവത്തിന്റെ പിന്നാലെ നടക്കുകയാണ് വിശ്വാസിയായിട്ട്. പക്ഷേ ദൈവം പറഞ്ഞതുപോലെ ഒരു മകനെ കിട്ടിയിട്ടില്ല. എനിക്കൊരു വാഗ്ദത്ത സന്തതി ജനിക്കുമെന്ന് ദൈവം വാക്ക് പറഞ്ഞിരുന്നു. അത് ഇതുവരെയും കിട്ടിയിട്ടില്ല. ചിരി നഷ്ടപ്പെട്ടു പോയിരുന്നു. പ്രിയപ്പെട്ടവരെ, ചില കെടുതികൾ സംഭവിച്ചതുകൊണ്ട് ജീവിതത്തിൽ ചിരി മാഞ്ഞു പോയവരാരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ട സഹോദര, നിന്റെ ഹൃദയത്തിൽ ചിരിയുണ്ടോ? നിന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടോ? നിന്റെ ഹൃദയത്തിൽ സമാധാനമുണ്ടോ? ചിരി നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ചിരി മാഞ്ഞു പോയിരിക്കുകയാണോ? ചിരിക്കാൻ മറന്നുപോയവരുണ്ടോ? ജീവിതത്തിലെ ദുരിതങ്ങൾ മൂലം, ജീവിതത്തിലെ കഷ്ടതകൾ മൂലം, ജീവിതത്തിലെ കടബാധ്യതകൾ മൂലം, ജീവിതത്തിൽ ചില കെടുതികൾ വന്നതുകൊണ്ട്, ചില അത്യാഹിതങ്ങൾ സംഭവിച്ചതുകൊണ്ട് മക്കളെ ഓർത്ത് ചിരി നഷ്ടപ്പെട്ടു പോയവരാരെങ്കിലും ഉണ്ടോ? ചിരി തരുന്നവനായ ഒരു ദൈവമുണ്ട്. നിന്നെ ചിരിക്കാൻ അഭ്യസിപ്പിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. നിന്റെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞുപോയ ചിരി തരുവാൻ യേശു ജീവിക്കുന്നുണ്ട്.
മകനെ നിനക്ക് ചിരി തരുവാനുമാണ് യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് കരഞ്ഞത്. പിതാവേ, എൻ്റെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പറഞ്ഞുകൊണ്ട് ക്രൂശിൽ കിടന്നുകൊണ്ട് ജീവനായകനായ ക്രിസ്തു കരഞ്ഞത് മകളെ നിനക്ക് ചിരി തരുവാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട സഹോദര, നിന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിനക്ക് സന്തോഷം തരാൻ വേണ്ടിയിട്ടാണ്, നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ആ യേശുവിൻ്റെ മുഖത്തേക്ക് നീ ഇപ്പോൾ ഒന്ന് നോക്കുമോ? അവൻ്റെ ക്രൂശിലേക്ക് നീ ഒന്ന് നോക്കുമോ? നിനക്ക് വേണ്ടി കരഞ്ഞു കിടക്കുന്ന ആ യേശുവിൻ്റെ മുഖത്തേക്ക് നീ ഒരു നിമിഷം ഒന്ന് നോക്കുമോ? നിന്റെ മാഞ്ഞുപോയ ചിരി അവൻ വീണ്ടും നിനക്ക് തരും. പ്രിയപ്പെട്ടവരെ, യോബിന്റെ ജീവിതത്തിൽ ഒരു കാലത്ത് ചിരിയുണ്ടായിരുന്നു, ഒരു കാലത്ത് സന്തോഷമുണ്ടായിരുന്നു, ഒരു കാലത്ത് അഭിവൃദ്ധി ഉണ്ടായിരുന്നു. എന്നാൽ യോബിന്റെ ജീവിതത്തിൽ നിന്ന് ചിരി മാഞ്ഞുപോയി. എൻ്റെ നല്ല കാലമെല്ലാം പോയി എന്നാണ് യോബ് പറയുന്നത്. ഇനി എനിക്കൊരു നല്ല കാലം ലഭിക്കുകയില്ല എന്നാണ് യോബിന്റെ ഹൃദയത്തിൽ പറയുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, യോബിന് ചിരി കൊടുത്തവനായ ഒരു ദൈവമുണ്ട്. യോബിനെ ചിരിപ്പിക്കാൻ പഠിപ്പിച്ചവനായ ഒരു ദൈവമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചിരി മാഞ്ഞുപോയവർ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ ഇവിടെ? ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? സന്തോഷം നഷ്ടപ്പെട്ടവര്, ചിരി നഷ്ടപ്പെട്ടവര്, സമാധാനം നഷ്ടപ്പെട്ടവര്, പ്രത്യാശ നഷ്ടപ്പെട്ടവര്, ഭാവി നശിച്ചു പോയെന്ന് ചിന്തിക്കുന്നവര്, ഇനി ഞാൻ എന്തിന് ജീവിക്കുന്നെന്ന് ചിന്തിക്കുന്നവര്, മകനെ നിനക്ക് ചിരി തരുവാൻ യേശു ജീവിക്കുന്നുണ്ട്. യോബിന് ചിരി കൊടുത്തവനായ ഒരു ദൈവമുണ്ട്. യോബിനോട് ദൈവം പറയുകയാണ്, അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കുമെന്ന് യോബിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ ദൈവം പറയുന്നുണ്ട്. യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലാണ്. ആ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. പ്രിയപ്പെട്ടവരെ, ചിരി നഷ്ടപ്പെട്ടവരോട് ദൈവം പറയുകയാണ്, മകനെ അവൻ ഇനിയും നിന്റെ വായിൽ ചിരി നിറച്ചു തരാമെന്നാണ് ദൈവം പറയുന്നത്. ഉല്ലാസഘോഷങ്ങൾ, സന്തോഷത്തിന്റെ നാളുകൾ അവൻ ഇനിയും നിനക്ക് നിറച്ചു തരാമെന്നാണ് പറയുന്നത്. അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറച്ചു തരാമെന്ന്. ഒരു കാലത്ത് നാവിൽ സ്തുതിയുള്ള ദൈവമക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. നന്ദിയുടെ സ്തുതി ഉയർന്നിരുന്ന ദൈവമക്കൾ ഈ വചനം കേൾക്കുന്നുണ്ട്. എന്നാൽ സഹോദര, നിന്റെ നാവിൽ നിന്ന് സ്തുതി അറ്റുപോയോ? നന്ദിയുടെ സ്തുതിഗീതങ്ങൾ നീ നിലച്ചുപോയോ? നിന്റെ നാവിൽ ഇനിയും സന്തോഷത്തിന്റെ കാലങ്ങൾ തരാമെന്നാണ്, നിറച്ചു തരാമെന്നാണ് ദൈവം പറയുന്നത്. നിറപടിയായിട്ട് അനുഗ്രഹിക്കാമെന്നാണ് ദൈവം പറയുന്നത്. ഈ ദൈവം സർവശക്തനാണ് പ്രിയപ്പെട്ടവരെ. ഈ ദൈവം വിശ്വസ്തനാണ്. ഈ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അബ്രഹാമിനും സാറായ്ക്കും ചിരി കൊടുത്തവനായ ഒരു ദൈവമുണ്ട്. അബ്രഹാമിനും സാറായോടും ദൈവം പറഞ്ഞ വാക്ക് പാലിച്ചവനായ ഒരു ദൈവമുണ്ട്. ഈ ദൈവം സർവശക്തനായ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും പ്രശ്നങ്ങളിൽപ്പെട്ട് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് വലഞ്ഞിരിക്കുകയാണോ? സർവശക്തനായ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. ഈ ഭൂമിയിൽ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലായിരിക്കാം, നിങ്ങൾക്ക് ഒത്താശ തരാൻ ആരുമില്ലായിരിക്കാം, നിങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ലായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിനക്കൊരു ഉടയവനുണ്ട്, നിനക്കൊരു ഉടമസ്ഥനുണ്ട്, ഒരു രക്ഷകൻ ജീവിക്കുന്നുണ്ട്. അവന്റെ പേരെത്രേ? കർത്താവായ യേശു ക്രിസ്തു. അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. അവൻ കണ്ണുനീര് തുടച്ചു തരുന്നവനാണ്. അവൻ നമ്മുടെ വേദനകൾ ആറ്റിത്തരുന്നവനാണ്. നമ്മുടെ രോഗത്തിന് അവൻ സൗഖ്യം തരുന്നവനാണ്. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. നമുക്ക് സൗഖ്യം തരുന്നവനാണ് ഈ ദൈവം. രോഗത്താൽ വലയുന്നവരാണോ? നിങ്ങൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. നമുക്ക് വേണ്ടി അടിയേറ്റവന്റെ മേൽ, നമുക്ക് വേണ്ടി അടിപ്പിണരേറ്റവന്റെ മേൽ നിങ്ങൾ അവന്റെ മുഖത്തേക്ക് നോക്കുക. നിങ്ങൾക്ക് സൗഖ്യം തരാൻ ഈ യേശു മതിയായവനാണ്. അവന്റെ തിരുരക്തം നമുക്ക് സൗഖ്യം തരുന്നവനാണ്. നിങ്ങൾ യേശുവിന്റെ ക്രൂശിലേക്ക് നോക്കുക പ്രിയപ്പെട്ടവരെ. ഈ ദൈവം സർവശക്തനായ ദൈവമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 12-ഉം 26-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവിടെ ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും. ഈ ദൈവം ആരാണ്? ഈ ദൈവം തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുന്നവനാണ്. ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണമെടുക്കുകയും. ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണമെടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും. ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുന്നവനാണ് ഈ ദൈവം. പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും. പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും. കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവനാരെ? തുലാസിൽ തൂക്കുകയും ചെയ്യുന്നവൻ. യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ? പ്രിയപ്പെട്ടവരെ, ഈ ദൈവം വലിയവനാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം ശക്തനാണ്. അവൻ സർവശക്തനാണ്. 26-ാമത്തെ വാക്യം എന്താണ് നാം പറയുന്നത്? ഈ ദൈവം ആരാണെന്നാണ് പറയുന്നത്. 26-ാമത്തെ വാക്യം, നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവീൻ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്, സഹോദര, നീ കണ്ണ് മേലോട്ട് ആകാശത്തിലേക്ക് ഉയർത്തി നോക്ക്. നിങ്ങളുടെ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവീൻ. ഇവയെ സൃഷ്ടിച്ചതാര്? പ്രിയപ്പെട്ട നാം ഈ ആകാശത്ത് കാണുന്ന ഈ സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ നിർമ്മിച്ചവൻ ആരാണ്? സൃഷ്ടിച്ചവൻ ആരാണ്? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും. അതിന്റെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നവനാണ്. തെറ്റുകൂടാതെ, ഒരു വീഴ്ചയും വരാതെ അതിന്റെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുന്നവനാണ് ഈ ദൈവം. ഈ ദൈവം ആരാണ്?
അവയെ പേർ ചൊല്ലി വിളിക്കുന്നവനാണ് ഈ ദൈവം. പിന്നെ അവന്റെ വീര്യമാഹാത്മ്യ നിമിത്തവും അവന്റെ വീര്യമാഹാത്മ്യം നിമിത്തവും അവന്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവന്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല. അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല. ഈ ദൈവം ആരാണ് പ്രിയപ്പെട്ടവരെ? എൻ്റെ അപ്പൻ ആരാണ്? എൻ്റെ ഉടമസ്ഥൻ ആരാണ്? എന്നെ വിളിച്ചിറക്കിയവൻ ആരാണ്? എന്നെ വീണ്ടെടുത്തവൻ ആരാണ്? എൻ്റെ യജമാനൻ ആരാണ്? ഞാൻ അപ്പ എന്ന് വിളിക്കുന്ന ഈ ദൈവം ആരാണ്? അവൻ സർവശക്തനായ ദൈവമാണ്. അവന്റെ പേരെന്താണ്? അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നവന് അവന്റെ പേർ വിളിക്കപ്പെടുമെന്നാണ് ദൈവത്തിന്റെ വചനം. യേശുക്രിസ്തുവിന്റെ പേരെന്താണ് പ്രിയപ്പെട്ടവരെ? എൻ്റെ അപ്പന്റെ പേരെന്താണ്? എൻ്റെ ഉടമസ്ഥൻ ആരാണ്? അവൻ അത്ഭുത മന്ത്രിയാണ്. എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഈ ദൈവം ശക്തനാണ്. നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വരുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എൻ്റെ ദൈവം ശക്തനാണ്. നിങ്ങൾ വിശ്വാസം വരുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധിയിൽപ്പെട്ട് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയാണോ? ഏതെങ്കിലും രോഗത്താൽ വലഞ്ഞ് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണോ? പ്രതികൂലങ്ങളിൽ വലഞ്ഞിരിക്കുകയാണോ? നിരാശപ്പെട്ടിരിക്കുകയാണോ? ചിരി നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണോ? നിങ്ങൾ നിരാശപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ. നിങ്ങളെ സഹായിക്കാൻ ഒരുവനുണ്ട്. നിങ്ങളെ താങ്ങാൻ ഒരുവൻ ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എല്ലാം കരുതാൻ ഒരു ദൈവമുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവേനെന്നാണ് ദൈവത്തിന്റെ വചനം. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. നമുക്ക് വേണ്ടി കരുതുന്നവനായ ഒരു ദൈവമുണ്ട്. നമ്മെ സഹായിക്കാൻ ഒരു യേശു ജീവിക്കുന്നുണ്ട്. ഇവൻ വലിയവനാണ്. 66-ാമത്തെ അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-2 വാക്യം വായിക്കാം. ഈ വലിയവനായ ദൈവം, അവനെക്കുറിച്ച് വീണ്ടും പ്രവാചകൻ പറയുകയാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗ്ഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. ദൈവത്തിന്റെ വചനമല്ലേ അത് പ്രിയപ്പെട്ടവരെ? സ്വർഗത്തിൽ ഇരിക്കുന്നവൻ, അവന്റെ പാദപീഠം ഭൂമിയിലാണ്. സ്വർഗ്ഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? എന്റെ വിശ്രാമ സ്ഥലവും ഏത്? എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി അങ്ങനെയാകുന്നു. ഇതൊക്കെയും ഉളവായതെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ പ്രിയപ്പെട്ട ഈ ഭൂമിയെയും ഈ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൂര്യനെയും ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ച് അതാതിന്റെ നിലയ്ക്കാക്കി അതാതിനെ പേർ ചൊല്ലി വിളിച്ച് എല്ലാറ്റിനെയും പോറ്റി പുലർത്തുന്നവനായൊരു ദൈവം. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ സമയത്ത് ആഹാരം കൊടുക്കുന്നവനായ ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം എത്ര നല്ലവനാണ് പ്രിയപ്പെട്ടവരെ. ഇവൻ എത്ര ഉന്നതനാണെങ്കിലും അടുത്ത വാക്യം എന്താണെന്ന് പറയുന്നത്? ഇവൻ സർവശക്തനാണ്. ഇവൻ ആകാശത്തിലും ഭൂമിയിലും അത് അടക്കുവാനും ഒതുക്കുവാനും കഴിയാത്തവനാണ്. ഇവൻ ആദിയില്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമാണ്. ഇവൻ ആൽഫയും ഓമേഗയുമാണ്. ഇവൻ ഒന്നാമത്തവനും ഒടുക്കത്തവനുമാണ്. ഈ വലിയവനായ ദൈവം, അത്യുന്നതനായ ദൈവം, സ്വർഗ്ഗമെന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠമാകുന്നുവെന്ന് അരുളി ചെയ്ത ദൈവം നമുക്ക് കയ്യെത്താവുന്നവർ നമ്മുടെ അടിയിലേക്ക് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് അടുത്ത വാക്യം? എങ്കിലും അരിഷ്ടനും, ഈ ദൈവം സർവശക്തനാണെങ്കിലും, ഇവൻ വലിയവനാണെങ്കിലും, അവൻ ഉന്നതനാണെങ്കിലും, സ്വർഗത്തിൽ സിംഹാസനമിട്ട് ഇരിക്കുന്നവനാണെങ്കിലും, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്നാണ് ദൈവത്തിന് വചനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവന്റെ സന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈ സർവശക്തന്റെ കാൽപാദത്തിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കാം. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുന്ന് സർവശക്തനാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ വലിയവനാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു കർത്താവേ. അവിടെ നിങ്ങൾ അനുഗ്രഹിക്കണമേ. അവിടെ നിങ്ങളെ ശുദ്ധീകരിക്കണമേ. നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ മേൽ എൻ്റെ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ എൻ്റെ കർത്താവിൻ്റെ കരം വെച്ച് അവർക്ക് സാധ്യമാക്കി കൊടുക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.